ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പാഷൻ ആൻഡ് വെൽനെസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCODയെ പറ്റി പറയാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെയിൻ കോസ് എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്താണ്, അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ആൻഡ്രജൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുന്നത് കാരണമായിരിക്കാം. ആൻഡ്രജൻ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൂടുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ കൂടുന്നത് കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഒബേസിറ്റി, അതായത് വണ്ണം ഒരു കോമൺ ഇഷ്യൂ ആണ്. പിന്നെ ഉള്ളത് ഹെറിഡിറ്ററി, നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഉണ്ടെങ്കിൽ നമുക്കിത് പാരമ്പര്യമായിട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫെർട്ടിലിറ്റി, അതായത് സ്ത്രീകൾക്ക് പ്രഗ്നൻസിക്ക് കൺസീവ് ചെയ്യാനുള്ള ഒരു ചെറിയ ഡിഫിക്കൽറ്റി ഉണ്ടാവും. പക്ഷേ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ക്യൂർ ആവുന്ന കേസസും ഉണ്ട്. ഇൻഫെർട്ടിലിറ്റി, ഓവുലേഷന് അത് കുറച്ച് സ്ലോ ആക്കും. അതുപോലെ വെയിറ്റ് ഗെയിൻ, ഒബേസിറ്റി, പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് ഫേസിലും അതുപോലെ മറ്റുള്ള ബോഡി പാർട്സിലും കൂടും. അതുപോലെ ഹെയർ ലോസ് ഉണ്ടാകും, അതുപോലെ നമ്മുടെ തലമുടി കൊഴിയുന്നത് പോലെ നമുക്ക് തോന്നാം. അതുപോലെയുള്ള വേറൊരു ഫാക്ടറാണ് പിമ്പിൾസ് ഓർ ആക്നെ. പിന്നെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇറഗുലർ പീരിയഡ്സ്. ഒന്നുകിൽ പീരിയഡ്സ് ഫ്ലോ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ഒരു ദിവസം ജസ്റ്റ് സ്പോട്ടിങ് കാണിച്ചിട്ട് അത് നിൽക്കുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാവാം. മെഡിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സപ്ലിമെൻറ്റ്സ് ആണ് അതിൻ്റെ മെയിൻ മെഡിക്കേഷൻ എന്ന് പറയുന്നത്. മെയിൻലി വൈറ്റമിൻസ്, അതുപോലെ ട്രേസ് എലിമെൻറ്റ്സ്, മിനറൽസ് അല്ലെങ്കിൽ ഹെർബൽസ്. ഓക്കെ, സപ്ലിമെൻറ്റ്സിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ വൈറ്റമിൻസ് എടുക്കുവാണെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ വൈറ്റമിൻ ഡി ഒരു എസെൻഷ്യൽ കമ്പോണൻ്റ് ആണ്. വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിക്ക്, അതുപോലെ ബ്രെയിനിൻ്റെ ഫങ്ഷന്, നമ്മുടെ മൂഡിൻ്റെ ചേഞ്ചസിന്, അതുപോലെ ബോൺസിൻ്റെ ഫങ്ഷനിങ്ങിന് എല്ലാത്തിനും നമുക്ക് എസെൻഷ്യലായിട്ട് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. ഒന്നീ സൺ എക്സ്പോഷർ വഴി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പം നമ്മൾ ഡെഫിഷ്യൻസി ഉള്ളൊരു ആളാണ്, കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, PCOD ഇഷ്യൂസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും വൈറ്റമിൻ ഡെഫിഷ്യൻസി നോക്കി, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്. നമ്മുടെ ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യാനും, കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും, ലിപ്പിഡ് പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യാനും, ആൻഡ്രജൻ്റെ ലെവൽ കുറയ്ക്കാനും, ഓവുലേഷൻ, ഇൻഫെർട്ടിലിറ്റി പോലുള്ള ഇഷ്യൂസ് സോൾവ് ഔട്ട് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റാണ് omega-3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫിഷ് ഓയിൽ. പിന്നെ ഉള്ളത് അയൺ നമുക്ക് ബോഡിയിൽ അയൺ ലെവൽ, അതായത് ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാണെങ്കിൽ നമുക്ക് PCOD വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് എപ്പോഴും ഒരു മെയിൻറ്റൈൻഡ് സ്റ്റേജിൽ തന്നെ നമ്മൾ സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ B കോംപ്ലക്സ്, B6, B9, B12, ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുക. നെർവ്സ്, അതുപോലെ സെൽസിൻ്റെ ഒക്കെ ഫങ്ഷനിങ്ങും, അതുപോലെ PCOD കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിനാണ് B കോംപ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ സിങ്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് സിങ്ക് സപ്ലിമെൻറ്റ് എന്തായാലും എടുക്കണം. നമ്മുടെ വൈറ്റമിൻ ഡി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ സിങ്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും മൂഡ് ചേഞ്ചസ്, ഫെർട്ടിലൈസേഷൻ, ഓവുലേഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ആവാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് ഹെർബ്സ് ആണ്. നമുക്ക് സജസ്റ്റഡ് എവിഡൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫേവറബിൾ എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ പറയുന്ന ഹെർബ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് അശ്വഗന്ധ, മുരിങ്ങയില, ശതാവരി, പിന്നെ തുളസി. അപ്പോൾ വേറൊരു വൈറ്റമിൻ സപ്ലിമെൻറ്റിൻ്റെ പേരാണ് മയോഇനിസിറ്റോൾ എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് ലൈക്ക് സ്ട്രക്ചർ വരുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്, വൈറ്റമിൻ സപ്ലിമെൻറ്റ്. അത് നമ്മുടെ PCOD സിംറ്റംസിനെ എല്ലാം കുറയ്ക്കാനും, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിനും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കാനും, മെയിൽ ഹോർമോണിൻ്റെ ലെവൽ കുറയ്ക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് മയോഇനിസിറ്റോൾ വൈറ്റമിൻ എന്ന് പറയുന്നത്. അടുത്ത മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എക്സസൈസിലൂടെ വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റിഫൈൻഡ് ഷുഗർ, ഡയറ്റ്, ഇതെല്ലാം നമുക്ക് PCOD കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.